നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖത്തിന് വൻ വിദേശ നിക്ഷേപം. MSC കപ്പൽ കമ്പനി അദാനിയുമായി കൈകോർക്കുന്നു. 49% ഓഹരി MSC സ്വന്തമാക്കും. നിക്ഷേപിക്കുക 13,000 കോടി. തുറമുഖ വളർച്ചയിൽ അതിവേഗ കുതിച്ചുചാട്ടമെന്ന അദാനി. കോച്ചിംഗ് സെന്ററുകൾക്ക് പിടിവീഴുന്നു. ദേശീയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. JEE, NEET, CUET പരീക്ഷകൾ പരിഷ്കരിക്കും. ടോപ്പർ പരസ്യങ്ങൾക്ക് കടിഞ്ഞാൺ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോച്ചിംഗ് പരമാവധി 3 മണിക്കൂർ മാത്രം. തീവ്ര കോച്ചിംഗ് 12ാം ക്ലാസ്സിന് ശേഷം മാത്രം. നീറ്റ് പരീക്ഷാ തട്ടിപ്പിലെ വീഴ്ചകൾക്കെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. BJPയുടെ ഭേദഗതി നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി. വാഹന മോഡിഫിക്കേഷന് കേന്ദ്ര നിയമം ബാധകമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കൂടുതൽ ഇളവുകൾ ഉണ്ടാകില്ല. അപകടകരമല്ലാത്തവ അനുവദിക്കുമെന്നും നിയമസഭയിൽ മന്ത്രി. ഡൽഹിയിൽ പുതിയ ഇലക്ട്രിക് വാഹന നയം നാളെ മുതൽ പ്രാബല്യത്തിൽ. വായു മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നയത്തിൽ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടിൽ SIT അടുത്തയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. തട്ടിപ്പിൽ പങ്കില്ലെന്ന ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ മൊഴി. സംഭാവന കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് വിശ്വാസവഞ്ചനയുണ്ടായെന്നും ചമ്പത് റായ്. ക്ഷേത്ര പ്രവർത്തനങ്ങളുടെ ചുമതല ട്രസ്റ്റിനെന്നും വിശ്വ ഹിന്ദു പരിഷത്തിന് ഉത്തരവാദിത്തമില്ലെന്നും വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ. മാസപ്പടി കേസിൽ കരുതലോടെ നീങ്ങാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. അന്വേഷണം കൂടുതൽ നേതാക്കളിലേക്ക് പോകാതിരിക്കാനുള്ള മൊഴികളെന്ന് സംശയം. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ നടപടി. പരാതിയിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ വമ്പൻ വിദേശ നിക്ഷേപം. അദാനിക്കൊപ്പം കൈകോർക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC. അദാനി പോർട്സ് ലിമിറ്റഡിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC സ്വന്തമാക്കുന്നു. തുറമുഖ വളർച്ചയിൽ വൻ കുതിച്ചുചാട്ടമെന്നും വിഴിഞ്ഞം ആഗോള ഹബ്ബായി മാറുമെന്നും അദാനി പോർട്സ് അധികൃതർ വ്യക്തമാക്കി. അതിവേഗം കുതിച്ചുപായുന്ന വികസന നേട്ടമാണ് ലോകത്തെ ഷിപ്പിംഗ് ഭീമന്മാരായ MSC കമ്പനിയിലൂടെ വിഴിഞ്ഞം തുറമുഖം കൈവരിക്കാൻ പോകുന്നത്. അദാനി പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് MSC കമ്പനി ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ MSCയുടെ നിക്ഷേപം 13,000 കോടി രൂപയായി മാറുകയാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം കൂടിയാണ്. MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡാണ് നിക്ഷേപം നടത്തുന്നത്. വമ്പൻ നിക്ഷേപം വരുന്നതോടെ വിഴിഞ്ഞത്തിന്റെ സ്ഥാപിത ശേഷി വലിയ തോതിൽ ഉയരും. നിലവിൽ 16 ലക്ഷം TEU ശേഷിയുള്ള തുറമുഖം വികസനത്തിലൂടെ 3.5 മടങ്ങ് ഉയർന്ന് 57 ലക്ഷം TEUയിലേക്ക് വർദ്ധിക്കും. വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം കൂടുതൽ മികച്ചതാക്കാനും MSCയുമായുള്ള സഹകരണത്തിലൂടെ സാധിക്കും. നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വഴി കടന്നുപോകുന്ന ചരക്കുകൾ ഇനി വിഴിഞ്ഞത്തേക്ക് വരും. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾ വലിയ തോതിൽ തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാനും കഴിയുമെന്ന് അദാനി പോർട്സ് അധികൃതർ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നത് കേരളത്തിനും സാമ്പത്തികമായി വലിയ കുതിപ്പേകും. സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിലും ലാഭവിഹിതമായും വൻ വരുമാനമുണ്ടാകും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. സംയോജിത ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു എന്ന ഭേദഗതി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് BJP അംഗം V മുരളീധരൻ ആവശ്യപ്പെട്ടു. V മുരളീധരൻ അടക്കം 3 അംഗങ്ങളുടെ ഭേദഗതി സഭ വോട്ടിനിട്ട് തള്ളി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്ത ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷത്തിനിടെ നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും ഗൗരവം അംഗീകരിക്കാതെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ
ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. ഇത്തരം ആവർത്തിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിലവിലെ കേന്ദ്രീകൃത പരീക്ഷ നടത്തിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുന്നു. അതേസമയം ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സംയോജിതമായ ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നതായി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. അതാണ് അങ്ങയുടെ ഭേദഗതി. വി മുരളീധരൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിച്ചുവെങ്കിലും അവ 3ഉം ശബ്ദ വോട്ടിനിട്ട് സഭ തള്ളുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. JEE, NEET, CUET പരീക്ഷകളിലും പരിശീലനത്തിലും നിർണായക നിയമപരിഷ്കാരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായി ദേശീയ നിയമം കൊണ്ടുവരും. കോച്ചിംഗ് സെന്ററുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടോപ്പർ പരസ്യങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. JEE, NEET, CUET പരീക്ഷകളിലും പരിശീലനത്തിനും നിർണായക മാറ്റങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനത്തിനായി ദേശീയ തലത്തിൽ ഏകീകൃത നിയമം കൊണ്ടുവരും. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. കോച്ചിംഗ് സെന്ററുകൾ അധ്യാപകരുടെ യോഗ്യത, യഥാർത്ഥ വിജയനിരക്ക് എന്നിവ വെളിപ്പെടുത്തണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കും. കോച്ചിംഗ് സെന്ററുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടോപ്പർ പരസ്യങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 മണിക്കൂർ വരെ കോച്ചിംഗ് പരിധി നിശ്ചയിക്കും. കൂടാതെ 12ാം ക്ലാസ്സിന് ശേഷം മാത്രം തീവ്ര കോച്ചിംഗ് നൽകാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും. ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. പുതിയ നിയമത്തിലൂടെ കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ പുതിയ ഇലക്ട്രിക് വാഹന നയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വായുമലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നയത്തിലൂടെ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രിക് ആക്കുന്നതിനുള്ള കർശന നിയമങ്ങളും പുതിയ നയത്തിന്റെ ഭാഗമാണ്. ഡൽഹിയിൽ വായുമലിനീകരണം കുറയ്ക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഇലക്ട്രിക് വാഹന നയത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. 15,000 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയം 2030 മാർച്ച് 31 വരെ തുടരാനാണ് നിലവിലെ തീരുമാനം. അടുത്ത 4 വർഷക്കാലം നഗരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനാകും 15,000 കോടി രൂപ ചിലവിടുക. 30 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് നികുതിയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചു. 2027 ജനുവരി 1 മുതൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന മുച്ചക്ര വാഹനങ്ങളും N1 ട്രക്കുകളും പൂർണ്ണമായും ഇലക്ട്രിക് ആയിരിക്കണം. ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത് 2028 ഏപ്രിൽ 1 മുതൽ നിർബന്ധമാക്കും. ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ആനുകൂല്യവും ലഭ്യമാകും. ആദ്യ 3 വർഷങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് യഥാക്രമം 30,000, 20,000, 10,000 എന്നിങ്ങനെയും മുച്ചക്ര വാഹനങ്ങൾക്ക് 50,000, 40,000, 30,000 എന്നിങ്ങനെയും ബോണസ് ലഭിക്കും. BS4 നിലവാരമുള്ള 4 ചക്ര വാഹനങ്ങൾ പൊളിക്കുമ്പോൾ 1 ലക്ഷം രൂപ വരെ സ്ക്രാപ്പിംഗ് ഇൻസെന്റീവായും ലഭിക്കും. ആനുകൂല്യങ്ങൾക്കായി ഓൺലൈൻ മുഖേന അപേക്ഷിക്കാൻ പോർട്ടലും സജ്ജമാക്കും. 32,000 പുതിയ ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രിക് രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മലിനീകരണ തോത് കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാഹന മോഡിഫിക്കേഷനിൽ വ്യക്തത വരുത്തി ഗതാഗത മന്ത്രി CP ജോൺ. മോഡിഫിക്കേഷനിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാവുകയില്ല എന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമാവലി ബാധകമാണ്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, കളർ കോഡ്, അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ് എന്നിവ പ്രശ്നമല്ല. എന്നാൽ അമിതമായ ലൈറ്റും ശബ്ദവും പുറത്തേക്ക് വരുന്നത് അനുവദിക്കാനാകില്ല എന്നും ഗതാഗത മന്ത്രി സഭയിൽ പറഞ്ഞു. മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിയമാവലികൾ നമുക്ക് ബാധകമാണ്. എങ്കിൽ പോലും അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ് വെക്കുന്ന കാര്യത്തിൽ, വാഹനത്തിന്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസം നൽകുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം പ്രതിപക്ഷ നേതാവ് നടത്തിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വന്നു. ഫിഷറീസ് മന്ത്രിക്ക് സംസാരിക്കാൻ കഴിവില്ലേ എന്ന പിണറായി വിജയന്റെ പരാമർശമാണ് ബഹളത്തിനിടയാക്കിയത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. മത്സ്യമേഖല കടുത്ത അവഗണന നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുൻ ഫിഷറീസ് മന്ത്രി കൂടിയായ സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതി അടക്കം താളം തെറ്റിയെന്നും പുനർഗേഹം പദ്ധതിയുടെ ഭാവി എന്താകും എന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം, സംസ്ഥാന സർക്കാർ വിഹിതം, കേന്ദ്ര സർക്കാർ വിഹിതം എന്നിവ തുല്യമായി സംയോജിപ്പിച്ചാണ് 6000 രൂപ നൽകുന്നത്. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. എന്നാൽ സമാശ്വാസത്തിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്തുവെന്നും സാധാരണ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ധനസഹായം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നതെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി പറഞ്ഞു. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും സാർ. ഇതിനിടെ ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ കഴിവില്ല എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് അപകീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഭരണപക്ഷ നിരയിൽ നിന്ന് ബഹളമുണ്ടായി. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ രംഗത്ത് വന്നു. മുതിർന്ന അംഗമായ പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണെന്നും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. എന്നാൽ താൻ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മറ്റൊരു മന്ത്രി ഇടയ്ക്ക് കയറി സംസാരിച്ചതിലെ അപാകത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഉണ്ടായതെന്നും പിണറായി വിജയൻ വ്യക്തത വരുത്തി. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്ന ആൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. ബജറ്റിൽ പോലും മത്സ്യമേഖല കടുത്ത അവഗണനയാണ് നേരിട്ടതെന്നും ഇടതു സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളിൽ നിന്നും UDF പിന്നോട്ട് പോവുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ആശങ്ക പരിഹരിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി. അപേക്ഷ നൽകിയവരിൽ അർഹതപ്പെട്ട ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താക്കില്ല എന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകി. ലൈഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഉന്നയിച്ച നിരവധി ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ തീർച്ചയായിട്ടും ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യും. അത് സമയമെടുത്ത് അഡ്രസ്സ് ചെയ്യും, ഒരു സംശയകാര്യത്തില്ല. പക്ഷേ അതിനകത്ത് വീടിന് അർഹതപ്പെട്ട് നിൽക്കുന്ന, പണി തുടങ്ങി വെച്ച, അതിൽ പേര് വന്ന ഒരാളുടെ അപേക്ഷയോ നിരസിക്കുകയോ അവർക്ക് വീട് ലഭിക്കാതിരിക്കുകയോ ചെയ്യില്ല എന്ന ഉറപ്പ് കൂടെ ഈ സഭയുടെ മുമ്പിൽ ഞാൻ പറയാണ്. അതുകൊണ്ട് ലൈഫിനെ അട്ടിമറിക്കാന്നല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടരുക തന്നെ വേണം. കാരണം സർക്കാർ ഒരു തുടർച്ചയാണ്. പക്ഷേ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നുകൂടെ ഞാൻ പറയാണ്. മദ്യനയം വ്യക്തമാക്കിയിട്ടില്ലാത്ത നിർദ്ദേശത്തിലാണ് UDF സർക്കാർ പുതിയ നികുതി ഘടന വെച്ച് ധനബിൽ അവതരിപ്പിക്കുന്നത് എന്ന വിമർശനവുമായി CPM നേതാവ് AK ബാലൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊന്ന്. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നില്ല. പമ്പരവിഡിത്തവും നിയമവിരുദ്ധവുമാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ധനബിൽ തികച്ചും നിയമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി അവതരിപ്പിക്കുന്നത്. മദ്യനയം വ്യക്തമാക്കാത്ത ഒരു വിഷയത്തിലാണ് നികുതി നിർദ്ദേശം വെച്ചുകൊണ്ട് ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാത്രവുമല്ല, ഈ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുന്നില്ല. ഇത് അവതരിപ്പിച്ച് പാസ്സാക്കിയാൽ തന്നെ നടപ്പിലാക്കില്ല എന്ന് ഒരു മന്ത്രിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ബഡ്ജറ്റ് പാസ്സാക്കിയതിന് ശേഷം, ധനബിൽ പാസ്സാക്കിയതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പിന്നെ ചെയ്യാമെന്നാണ്.
സമൂഹത്തിനാവശ്യം ലഹരി വിമുക്ത കേന്ദ്രങ്ങളാണെന്നും സർക്കാർ ഇക്കാര്യത്തിലാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നും യാക്കോബായ കത്തോലിക്ക ബാവ ആബൂൻ മോർ ബെസീലിയോസ് ജോസഫ് പറഞ്ഞു. സഭാസ്ഥാനമായ പുത്തൻകുരിശിൽ ഗബ്രിയേൽ കളപ്പുരയിൽ റംബാന്റെ മെത്രാഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷമായിരുന്നു കത്തോലിക്ക ബാവയുടെ പ്രതികരണം. മലങ്കര യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനത്തിലെ മൂവാറ്റുപുഴ മേഖലയുടെ സഹായ മെത്രാപ്പൊലീത്തയായിട്ടാണ് ഗബ്രിയേൽ റംബാനെ വാഴിച്ചത്. ശ്രേഷ്ഠ അബൂൻ മോർ ബസേലിയസ് ജോസഫ് കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹമല്ല രൂപപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായി ഒരു വശത്ത് സർക്കാർ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ലഹരി ഒഴിവാക്കുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. ഒരിക്കലും ലഹരിക്ക് അടിമപ്പെട്ടുള്ള ഒരു സമൂഹം ഒരു സംസ്ഥാനത്തിന്, ഒരു സമൂഹത്തിന് ഒട്ടും നല്ലതല്ല. അതിൻ്റെ ആസക്തിയിലും ലഹരിയിലും ഇന്ന് കാട്ടിക്കൂട്ടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഗവൺമെൻറ് ഒരു വശത്തുകൂടി അതിനെയെല്ലാം അടിച്ചമർത്തുന്നതിനുള്ള നിലപാടുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ ലഹരി ഒഴിവാക്കുന്നതിനും കുറയ്ക്കുന്നതിനും എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുവാൻ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ചെയ്യട്ടെ. ഗവൺമെൻറ് പോളിസികളെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുവാനായിട്ട് ഞാൻ തയ്യാറല്ല. ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിൽ സമാധാനവും അക്രമമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സാണ്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരിക്കൽ മദ്യത്തിന് മാത്രമല്ല ലഹരികൾക്ക് അടിമപ്പെട്ട, പ്രത്യേകിച്ചും ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വെള്ളത്തിന് ലഭ്യത കുറയുക മാത്രമല്ല ചൂട് കൂടും. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. ആളുകൾ AC-യും ഫാനും ഒക്കെ ഉപയോഗിക്കും. ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് രാത്രി ലേറ്റായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. എങ്കിൽ പോലും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം വാങ്ങണം. കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടായി. അത് പരിഹരിക്കാനുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതികരിക്കുകയായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മന്ത്രിമാർ മത്സരിച്ച് RSS വിധേയത്വം കാണിക്കുന്നുവെന്ന വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറിയും വി ഗോവിന്ദൻ. സതീശൻ സർക്കാർ സംഘപരിവാറിന്റെ വിനീത ദാസന്മാരാണ്. BJPക്ക് 3 MLA-മാരാണുള്ളത്. അവരുടെ അജണ്ടയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴേക്ക് തന്നെ VD സതീശൻ സർക്കാർ സംഘപരിവാറിൻ്റെ വിനീത ദാസന്മാരുടെ സർക്കാരാണ് എന്നും എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ വ്യക്തമായി വരികയാണ്. BJPക്ക് 3 MLA-മാരാണ് കേരള നിയമസഭയിൽ ഉള്ളതെങ്കിലും ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSനോടുള്ള വിധേയത്വം ഓരോ മന്ത്രിമാരും മത്സരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കെയും RSSനോടുള്ള കൂറ് പരസ്യമാക്കി പ്രഖ്യാപിച്ച് വരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിനെ നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ പരാതി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരാതിയുമായി രംഗത്ത്. ശേഷാദ്രിനാഥിന് BJP ബന്ധമെന്നാണ് ആരോപണം. നിയാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചു. അതേസമയം നിയമനത്തെ അനുകൂലിച്ച മന്ത്രി KM ഷാജിക്ക് ശേഷാദ്രിനാഥിന്റെ BJP അനുകൂല പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കോപ്പികൾ നൽകുമെന്ന് PM നിയാസ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി. മറ്റൊരു പദവിയും പോലെയല്ല. ആ പദവിയിൽ ഒരിക്കൽ ഗവർണർ ഒപ്പുവെച്ചാൽ പിന്നെ അദ്ദേഹത്തെ 5 വർഷത്തേക്ക് ഒരാൾക്ക് മാറ്റാൻ കഴിയില്ല. ഇംപീച്ച്മെൻറ്റ് നടപടിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു പദവിയാണ്. ആ സുപ്രധാന പദവിയിലേക്ക് സംഘപരിവാർ ബന്ധമുള്ള ഒരു വ്യക്തിയെ
അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലത്തെ അദ്ദേഹത്തെ സമൂഹ മാധ്യമ ഇടപെടലുകൾ പോലും ബോധ്യപ്പെട്ടു എന്ന് ഞാൻ പത്രങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ശേഷം നിങ്ങളെല്ലാവരും പരിശോധിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ലഹരിക്ക് വേണ്ടി അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകളുണ്ട് എന്ന പ്രസ്താവന തിരുത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ പരാമർശത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഷിംന അസീസിന്റെ തിരുത്ത് സ്വീകരിക്കുന്നതായി ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷപ്പാമ്പുകളെ കൊത്തിച്ച് ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്നും ചെറിയ അണലികളെന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയില്ലെന്നും ചെന്നിത്തല കുറിച്ചു. ഷിംന അസീസിനെ തൂഫാൻ വാരിയറാകാനും മന്ത്രി ക്ഷണിച്ചു. ലഹരിക്കായി പാമ്പുകൾ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് എന്നത് ഗൗരവകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നൽകിയൊരു അഭിമുഖത്തിനിടെയാണ് അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകൾ കേരളത്തിലുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതിനെതിരെയാണ് ഷിംന അസീസ് കുറിപ്പിട്ടത്. കോവളത്ത് വൻ ലഹരിവേട്ട. MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. തുമ്പ സ്വദേശികളായ സച്ചു, അഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലായത്. MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവ കോവളം ജംഗ്ഷനിൽ വെച്ചാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന വാഹനത്തിൽ നിന്നാണ് ലഹരി മരുന്ന് പിടികൂടിയത്. വ്യാജ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചമഞ്ഞ മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്ന യുവാവ് പിടിയിലായി. പത്തനംതിട്ട എഴുമറ്റൂർ കൈമല സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനെയാണ് MDMAയുമായി ഡാൻസ് ഓഫ് സംഘവും പെരുമ്പെട്ടി പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. ഇയാളുടെ മുറിയിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് താനെന്ന് വ്യക്തമാക്കുന്ന ഐഡന്റിറ്റി കാർഡും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്ന വ്യാജേനയായിരുന്നു ഇയാളുടെ മയക്കുമരുന്ന് കച്ചവടം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ പങ്കില്ല എന്ന് ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ മൊഴി. ജീവനക്കാർ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നും ചമ്പത് റായ് മൊഴി നൽകി. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുടെ ചുമതല ട്രസ്റ്റിനാണെന്നും വിശ്വഹിന്ദു പരിഷത്തിന് അതിൽ ഉത്തരവാദിത്തമില്ലെന്നും VHP വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന തട്ടിപ്പിൽ പങ്കില്ലെന്നും ജീവനക്കാർ തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചുവെന്നുമാണ് ചമ്പത് റായ് മൊഴി നൽകിയത്. സംഭാവന കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ജീവനക്കാർ കുറ്റകൃത്യം ചെയ്യുമെന്ന് കരുതിയില്ലെന്നും ചമ്പത് റായ് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ചമ്പത് റായുടെ മുൻ ഡ്രൈവർ ഉൾപ്പെടെ 8 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിലും ട്രസ്റ്റ് ഓഫീസിലും ബാങ്കിലും പ്രതികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി. ഈ ആഴ്ച തന്നെ SIT അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതല ട്രസ്റ്റിനാണെന്നും അതിൽ വിശ്വഹിന്ദു പരിഷത്തിന് ഉത്തരവാദിത്വമില്ലെന്നും VHP വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനാണ് ചമ്പത് റായ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും VHP ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയും വിമർശിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജയ് ശ്രീറാം വിളിച്ചതിന് ആളുകളെ ലാത്തിചാർജ് ചെയ്തവരും രാമഭക്തർക്ക് നേരെ വെടിയുതിർത്തവരും ഇന്ന് അയോധ്യയോട് കാണിക്കുന്നത് കപടഭക്തിയാണ്. ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലും വിശ്വസിക്കാൻ വിസമ്മതിച്ച കോൺഗ്രസാണ് ഇന്ന് അയോധ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്ഷേത്രത്തെ തകർക്കാൻ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് എന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. आज राम की भक्ति की वकालत कौन कर रहा है? आज भगवान राम की भक्ति की दुआई कौन दे रहा है? 2017 के पहले जो जय श्री राम बोलने पर लाठी मारते थे, 2017 के पहले जब उत्तर प्रदेश में राम भक्त कहता था कि राम लला हम आएंगे, मंदिर वहीं बनाएंगे, और राम भक्तों पर जो समय गोली चलाते थे आज वे आस्था की वकालत करते हुए दिखाई देते.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം അനിവാര്യമെന്ന ഹിന്ദു ഐക്യവേദി. ശബരിമലയും അയോധ്യയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ശബരിമലയിൽ കുറ്റവാളികളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അയോധ്യയിലെ വിഷയത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാടെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനു പറഞ്ഞു. ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കണമെന്നും മതപരിവർത്തനം നടത്തുന്ന മതകേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്കൂളുകളിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കാനായി താൽപ്പര്യമില്ലാത്ത കുട്ടികളെ കൊണ്ടുപോലും അറബി ഭാഷ പഠിപ്പിക്കുന്നുവെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. മാസപ്പടി കേസിൽ കരുതലോടെ നീങ്ങാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ, ശരണസ് കർത്ത ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. SFIO കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാടുകളും നിർണായകമാണ്. വീണ വീണ്ടും ഹാജരാകേണ്ട തീയതിയും വൈകാതെ അറിയാം. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ 2 തവണ ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇന്നലെ ചോദ്യം ചെയ്ത CMRL ഡയറക്ടർ ശരണസ് കർത്തയുടെ മൊഴികൾ കൂടി വിശദമായി പരിശോധിച്ച ശേഷം ED തുടർ നടപടികളിലേക്ക് കടക്കും. വീണയെ വീണ്ടും വിളിച്ചു വരുത്താൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. CMRL ഡയറക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികളും രേഖകളും തമ്മിൽ അന്തരമുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. CMRL എക്സാലോജിക് കരാറിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകളെ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. SFIO കുറ്റപത്രത്തിന്മേൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നടപടികളും കേസിൽ നിർണായകമാണ്. SFIO കണ്ടെത്തിയ രേഖകളാണ് ED അന്വേഷണത്തിന് ബലം നൽകുന്ന പ്രധാന ഘടകം. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ ED അന്വേഷണത്തെയും അത് ബാധിക്കും. അതുകൊണ്ടുകൂടിയാണ് നിലവിലെ അന്വേഷണത്തിന് ബലം നൽകുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊഴികളുടെ വിശ്വാസ്യത സംബന്ധിച്ച് ഇപ്പോഴും EDക്ക് സംശയങ്ങളുണ്ട്. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടി നൽകുന്ന മൊഴികളാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് നിപ ഭീതി ഒഴിയുന്നു. രോഗം ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന ഫറൂഖ് കോളേജ് സ്വദേശിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ നെഗറ്റീവായത്. സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി പുനെയിലേക്ക് അയക്കും. ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ ഫലം നെഗറ്റീവായത്. യുവാവ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ നെഗറ്റീവാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്നുള്ള ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിപ ഫലം നെഗറ്റീവായെങ്കിലും രോഗിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല എന്നത് ആശങ്കയാണ്. അതേസമയം രോഗബാധിതന്റെ കുടുംബാംഗവും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലെ 4 പേരെ കൂടി ക്വാറന്റീനിൽ നിന്ന് ഒഴിവാക്കി. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിലെ 25 പേരെ കൂടി നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലെ 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിലെ 3 പേരും ക്വാറന്റീനിൽ തുടരുകയാണ്. ഈ മാസം 10-നാണ് 43-കാരന് നിപ സ്ഥിരീകരിച്ചത്. 20 ദിവസം കഴിഞ്ഞിട്ടും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. രോഗബാധിതന്റെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ അതിജാഗ്രത പരിശോധനയും നടത്തിയിരുന്നു. രോഗിയുടെ അയൽവാസിയുടെ വളർത്തുനായയെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും നിപയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ രോഗലക്ഷണങ്ങളും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും അതിശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മണ്ണിടിച്ചിലിനുൾപ്പെടെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. അസം ഉൾപ്പെടെ വടക്ക് കിഴക്കൻ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അസമിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദി കര കവിഞ്ഞൊഴുകി. 6 ജില്ലകളിൽ വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവും സംഭവിച്ചു. അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടെലിഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കോട്ടയം എസ് മൗണ്ടിന് സമീപം MC റോഡിൽ രൂപപ്പെട്ട കുഴി യാത്രാ തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. കുഴി രൂപപ്പെട്ടിട്ട് 1 വർഷത്തിലധികമായി എങ്കിലും ഇത് പൂർണ്ണമായി മൂടി റീടാർ ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമായതോടെ BJPയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. MC റോഡിൽ കോട്ടയം ചൂട്ടുവേലി ജംഗ്ഷന് സമീപമാണ് റോഡിന് കുറുകെ കുഴി രൂപപ്പെട്ടത്. 1 വർഷം മുമ്പ് ചെറിയ കുഴിയായിരുന്നെങ്കിലും സമയബന്ധിതമായി വേണ്ടവിധം മൂടാതിരുന്നതിനാൽ കുഴി റോഡിന് ഇരുവശത്തേക്കും വ്യാപിച്ചു. 2 ആഴ്ച മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴി മൂടിയെങ്കിലും ടാറിംഗ് കൃത്യമായി നടത്താത്തതിനാൽ വീണ്ടും പഴയതിലും വലിയ കുഴിയായി മാറി. രാത്രികാലങ്ങളിൽ ഇവിടെ വാഹനാപകടങ്ങളും പതിവായി. കുഴി മൂലം ഈ ഭാഗത്ത് വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. കുഴി മൂടുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് അനാസ്ഥ കാട്ടുന്നുവെന്ന് ആരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. വിഷയത്തിൽ സ്ഥലം MLA കൂടിയായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നഗരസഭയും ഇടപെടണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് G. ലിജിൻലാൽ ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ ബ്ലോക്കിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കുഴി ഇവിടുത്തെ അശാസ്ത്രീയത ഇത് പണിത കാലത്ത് ആലോചിക്കേണ്ടതാണ്. ഈ MC റോഡിൽ ഇത്രയും വലിയ രീതിയിൽ ഒരു കുഴി ഉണ്ടാകുന്ന സാഹചര്യത്തിന് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഒരു MLAക്ക്. പ്രതിഷേധത്തിന്റെ ഭാഗമായി PWD ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനുള്ളിൽ റോഡിലെ കുഴി മൂടുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. ചേർത്തല നഗരത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതികൾ പിടിയിലായി. മുക്കുപണ്ടം നിർമ്മിച്ചു നൽകുന്ന സംഘത്തെ കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാന കേസിൽ നേരത്തെ 3 പേർ പിടിയിലായിരുന്നു. തുടർന്നാണ് നിർമ്മാണ സംഘത്തെക്കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയത്. കണ്ണൂർ സ്വദേശികളായ സന്തോഷ് കുമാർ, മുസ്തഫ എന്നിവരാണ് ചേർത്തല പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെളിയന്നൂരിലുള്ള നിയാറസ് ലോഡ്ജിലാണ് സംഭവം. തൃപ്രയാർ എടമുട്ടം സ്വദേശി ജ്യോതിയാണ് മരിച്ചത്. ഈ മാസം 27-നാണ് യുവതി ഹോട്ടലിൽ മുറിയെടുത്തത്. 2 ദിവസം കഴിഞ്ഞിട്ടും മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് പ്രസവത്തിനിടെ മരിച്ച നിലയിൽ യുവതിയെയും കുട്ടിയെയും കണ്ടെത്തിയത്. മുറിയെടുക്കുമ്പോൾ ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന പാവറട്ടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയെ റൂമെടുക്കാൻ സഹായിച്ചുവെന്നും വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങി നൽകിയെന്നും തനിക്ക് മറ്റൊന്നും അറിയില്ലെന്നുമാണ് ഓട്ടോ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. വിവാഹമോചിതയായ യുവതി ഓട്ടോ ഡ്രൈവർക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നു. 2024-ൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു പരാതിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം യുവതി ഇടയ്ക്കിടെ മുറിയെടുക്കാറുണ്ടെന്ന് നിയറസ്റ്റ് ലോഡ്ജ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. അമൃത ന്യൂസ്, തൃശൂർ.